കോട്ടയത്ത് തോമസ് ചാഴിക്കാടന് മിന്നുന്ന ജയം സ്വന്തമാക്കുമെന്ന് മോൻസ് ജോസഫ് എംഎൽഎ. കേരള കോൺഗ്രസ് എന്ന പേരിൽ വോട്ട് തേടാനുള്ള പി.സി. തോമസിന്റെ തന്ത്രങ്ങൾ വിലപ്പോകില്ലെന്നും ചാഴിക്കാടന്റെ വിജയം 101% ഉറപ്പാണെന്നും മോൻസ് ജോസഫ് മലയാളി വാർത്തയോട് പറഞ്ഞു. തോമസ് ചാഴികാടൻ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ഈ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളിലും ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിയോജക മണ്ഡലമാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെ 20 വർഷക്കാലം അദ്ദേഹം പ്രതിദാനം ചെയ്തപ്പോൾ നിയമസഭയിൽ തോമസ് ചാഴികാടൻ സജീവമായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട ജനപ്രതിയാണ്. മണ്ഡലത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും കോട്ടയം ജില്ലയുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം നിരന്തരമായി പടപൊരുതുകയും സജീവമായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്, ജനപ്രതിയാണ്. അതുപോലെ തന്നെ ശ്രീ തോമസ് ചാഴികാടൻ ഒരു സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഉടമയാണ്. അഴിമതിരഹിതമായി സത്യസന്ധമായി വളരെ നിഷ്കളങ്കതയോടെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ്. അപ്പോൾ മറ്റേത് സ്ഥാനാർത്ഥിയേക്കാളും ജനങ്ങൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം കൈമുതലായുള്ള, ഇതെല്ലാം മുതൽക്കൂട്ടായി കരുതുമ്പോൾ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെക്കാളും ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടനാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ. അഴിമതിരഹിതമായി സത്യസന്ധമായി വളരെ നിഷ്കളങ്കമായി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് ചാഴികാടൻ. BJPയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ P.C. തോമസ് മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ വോട്ട് കിട്ടുമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നം കാണുന്നതിനും അങ്ങനെ ആഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ആർക്കും തെറ്റില്ല, ഞങ്ങൾ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് അർഹതപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് UDF ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. ഇവിടെ മറ്റ് സാധ്യതകളൊന്നുമില്ല. അദ്ദേഹം BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ടുകൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വരും. P.C. തോമസിന്റെ വരവ് ഒരു രീതിയിലും ബാധിക്കില്ല. BJPയുടെ വോട്ടുകൾ കിട്ടിയേക്കും. എന്നാൽ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ P.C. തോമസിലേക്ക് പോകില്ല. ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വോട്ട് കിട്ടുമോ എന്നുള്ള ശ്രമം ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണ്. യഥാർത്ഥ കേരള കോൺഗ്രസ് UDFിൽ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോഴും ഞാനാണ് കേരള കോൺഗ്രസ് എന്ന് ഇപ്പോൾ BJPയുടെ ആളുകൾ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതല്ലാതെ ആ ശ്രമവും ആ തന്ത്രവും ഇവിടെ വിലപ്പോകില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാരണം ഇവിടെ വ്യക്തമായ അക്ഷരനഗരി, ഇത് നല്ല സാക്ഷരതാ ബോധമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഈ കോട്ടയം മണ്ഡലം. ഇവിടെ സ്ഥാനാർത്ഥികൾ ഏത് മുന്നണിയുടെയാണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ആളുകളെ അവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അബോധാവസ്ഥയിലാക്കി വോട്ട് കിട്ടുമെന്നൊക്കെ ധരിച്ചാൽ ഈ കാലഘട്ടത്തിൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാനുള്ള ശ്രമം വിലപ്പോകില്ല. നേരായ വഴിയിലൂടെ വോട്ടുകൾ കിട്ടില്ല. P.C. ജോർജിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. NDAയിൽ ചേർന്ന നിലപാട് എത്ര ദിവസത്തേക്ക് എന്ന് നോക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ നിലപാട് നാളെയോ നാളെ കഴിഞ്ഞോ മാറ്റുമോ എന്നുള്ളതിനകത്ത് ഇപ്പോഴും ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം എത്രയോ നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. കാരണം ഓരോ 2-3 ദിവസം ചേരുമ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ നിലപാടുകൾ പറയുന്നുണ്ട്, പലരോടും ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ആഭ്യന്തര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അവകാശമില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ നിലപാട് എത്ര ദിവസത്തേക്ക് അത് നിലനിർത്തും എന്ന് ആർക്കും ഒരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്താണോ അടുത്തത് പറയുന്നത് എന്നത് അറിഞ്ഞിട്ടേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും KM മാണിയുടെ അകാല മരണത്തിലുള്ള സഹതാപ തരംഗവും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് തന്നെ ചാഴിക്കാടന് 101% വിജയം ഉറപ്പാണ്. 100% വിജയം അല്ലെങ്കിൽ 101% വിജയം എന്നുള്ളതാണ് അതിനകത്ത് പറയാൻ കഴിയുന്നത്. പൂർണ്ണമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും തോമസ് ചാഴികാടനുള്ളത്. തോമസ് ചാഴികാടന്റെ വിജയത്തെക്കുറിച്ച് സുനിശ്ചിതമായ നിലപാടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. വളരെയധികം നന്ദി.